പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലൂടെ ദൈവവചനം ധ്യാനിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമായി കേൾക്കുന്ന വചനം ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടിയനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ സഹായിക്കണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ദ ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവൽ ചാപ്റ്റർ 1 വേഴ്സ് 15. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാകുന്നു. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ പ്രാർത്ഥനയുടെ ആഴവും അതിൻ്റെ നീളവും നമ്മുടെ നേരിടുന്ന പ്രശ്നങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കാറുള്ളത്. പലപ്പോഴും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ നാം പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് നാം ആ വിഷയം തരണം ചെയ്യുവാൻ തക്കോണം ഉപവസിച്ച് പ്രാർത്ഥിച്ചേക്കാം. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾ വ്യത്യാസം ഉണ്ടാകണം. അങ്ങനെ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരാകാം നാം ഓരോരുത്തരും. എന്നാൽ ഇവിടെ തിരുവചനത്തിൽ ഹന്ന എന്ന ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം കേൾക്കുന്നത്. നമുക്കറിയാം, ഹന്ന ശമൂവേൽ പ്രവാചകൻ്റെ മാതാവാണ്. ഇസ്രായേൽ ജനതയെ നയിച്ച പ്രവാചകന്മാരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള പ്രവാചകരിൽ ഒരാളായിട്ട് ശമൂവേൽ പ്രവാചകനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ആ പ്രവാചകൻ്റെ മാതാവ്, അവളുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇതിൻ്റെ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? തിരുവചനം നാം വായിക്കുമ്പോൾ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ആദ്യത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എഫ്രൈം മലനാട്ടിലെ രമഥയീം സോഫീമിൽ എൽക്കാന എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. 2-ാമത്തെ തിരുവചനം, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുവൾക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേരായിരുന്നു. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കോ മക്കളില്ലായിരുന്നു. അപ്പോൾ എൽക്കാന എന്ന പുരുഷൻ്റെ 2 ഭാര്യമാരിൽ ഒരാളാണ് ഹന്ന. ഹന്ന ഭാര്യയായിരിക്കെ എൽക്കാനായ്ക്കുണ്ടായിരുന്ന മറ്റൊരു ഭാര്യ പെനീന നാം ഇവിടെ വായിക്കുകയാണ്. പെനീനായ്ക്ക് മക്കളുണ്ട്, ഹന്നായ്ക്കോ മക്കളില്ല. അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ മക്കളില്ലാത്ത സാഹചര്യം വലിയ പ്രയാസത്തിലേക്ക് ഹന്ന ആയിത്തീരുന്നതായിട്ട് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. താഴെ നാം വായിക്കുന്നുണ്ട്, 4-ാം വാക്യം, എൽക്കാന യാഗം അർപ്പിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനീനായ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. അവൻ ഹന്നായെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൾക്ക് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്നു. എൽക്കാന ഹന്നയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒരുപക്ഷെ പെനീനേക്കാൾ ഉപരിയായി ഹന്നായെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരട്ടി ഓഹരി ഹന്നായ്ക്ക് നൽകുന്നുണ്ട്. ഭർത്താവിൽ നിന്ന് സ്നേഹം അധികമായി ലഭിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിൻ്റെ കുറവ് അവൾക്ക് മക്കളില്ല എന്നുള്ളതാണ്. അതിന് കാരണവും നാം അവിടെ തന്നെ വായിച്ചു. അതിൻ്റെ കാരണം യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്നു. അപ്പോൾ ദൈവമാണ് അവൾക്ക് കുഞ്ഞുങ്ങളെ നൽകാതിരുന്നത്.
ആ ഒരു വലിയ പ്രയാസത്തിലൂടെ ഹന്ന കടന്നു പോകുന്നതായിട്ട് നാം കാണുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരമുള്ള പ്രയാസങ്ങൾ നാം നേരിടുമ്പോൾ എങ്ങനെ അവയെ അതിജീവിക്കുവാൻ കഴിയും, എങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ദൈവസന്നിധിയിൽ വിലയേറിയതായി തീരുന്നതും ദൈവത്തെ പ്രവർത്തിപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരുന്നതും എന്നും ഹന്നായുടെ ജീവിതം നമുക്ക് വലിയ മാതൃക നൽകുകയാണ്. താഴെ നാം വായിക്കുന്നുണ്ട് 6-ാം വാക്യം, യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം അവളെ വളരെ പ്രകോപിപ്പിച്ചിരുന്നു. അപ്പോൾ പെനീന ഹന്നായെ, തീർച്ചയായിട്ടും അവളുടെയും ഭർത്താവാണ് എൽക്കാന, ഹന്നായെ ഒരുപക്ഷെ കൂടുതൽ സ്നേഹിച്ചിരുന്നതുകൊണ്ട് തന്നെ ഹന്നായെ പ്രതിയോഗിയായ പെനീന പരിഹസിക്കുന്ന, അവളെ വിഷമിപ്പിക്കുന്ന വാക്കുകളൊക്കെയും ചെയ്യുന്നതായിട്ട് നമ്മോട് കാണുകയാണ്. അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കോണം അവളെ വളരെ പ്രകോപിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഹന്ന എന്താണ് ചെയ്യുന്നത്? ഹന്നായ്ക്ക് ഒരുപക്ഷെ മറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുവാനോ ചെയ്യുവാനോ സാധ്യമാകുമായിരുന്നു. എന്നാൽ ഹന്ന എന്ത് ചെയ്തു എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട്. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ പ്രകോപിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നായെ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നു എന്തിന്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോവിൽ വെച്ച് ഭക്ഷിച്ച് പാനം ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിക്കൽ ഇരുപ്പത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവളുടെ സങ്കടം ഭർത്താവിന് തീർക്കുവാൻ സാധ്യമല്ല. അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം ഭർത്താവ് തീർച്ചയായും അവളെ അധികമായി സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. അവളുടെ ഭാരം മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ ഭർത്താവിന് സാധ്യമാകും. എന്നാൽ അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതുകൊണ്ട് അവൾ എന്താണ് ചെയ്യുന്നത്? നാം അവിടെ വായിക്കുന്നുണ്ട്, അവൾ പട്ടിണി കിടന്നു. ഒരുപക്ഷെ അവൾ ഉപവസിക്കുന്നതായിട്ട് നമ്മുടെ കാണുകയാണ്. അവൾ പട്ടിണി കിടന്നു, മനോവ്യസനത്തെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഭാരത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ആണ് നാം അവിടെ വായിക്കുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും ജീവിതയാത്രയിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷെ എങ്ങനെയാണ് നാം ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് വന്നു കഴിയുന്നത്? മറ്റാർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കുവാൻ മതിയാകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി ആ ദൈവത്തോട് നാം നമ്മുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഹന്നായിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല, അവളുടെ പ്രാർത്ഥന കൊണ്ട് അവൾ അവിടെ അത് അവസാനിപ്പിക്കുന്നില്ല. അടുത്ത തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അവളൊരു നേർച്ച നേർന്നു. നേർച്ച എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള സ്വമേധയാ ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവത്തിനു വേണ്ടി സ്വമേധയാ, അത് നിർബന്ധമില്ല. പക്ഷേ അവൾ ആ നേർച്ച നേരുകയാണ്. എന്താണ് അവൾ നേരുന്നത്? സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുത്രനെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് നൽകും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അവൾ എടുത്ത നേർച്ച വലിയ വില കൊടുക്കേണ്ട നേർച്ചയാണ്. അവൾക്കൊരു മകനെ നൽകിയാൽ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കും എന്ന് അവളൊരു തീരുമാനമെടുക്കുകയാണ്. ആ നേർച്ച നേർന്നുകൊണ്ടാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നേർച്ച നേർന്നാൽ അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയണം. നേർച്ച നിർബന്ധമല്ല, ദൈവം ആവശ്യപ്പെടുന്ന കാര്യമല്ല. അത് സ്വമേധയാ നാം എടുക്കുന്ന, ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം നാം എടുത്താൽ അത് പ്രാവർത്തികമാക്കുവാൻ നാം വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
എന്നിട്ട് നാം വായിച്ചു, ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ അധരങ്ങൾ ശ്രദ്ധിച്ചു. പുരോഹിതനായ ഏലി ഈ ദേവാലയത്തിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹന്നായെ കണ്ട് അവളുടെ അധരങ്ങൾ മാത്രം ചലിക്കുന്നതാണ് ശ്രദ്ധിക്കുന്നത്, ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല. അവളുടെ ഹൃദയം അല്ലെങ്കിൽ അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ അധരം ചലിക്കുന്നതിനല്ലാതെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്നിട്ട് ഹന്ന ഹൃദയത്തിൽ സംസാരിച്ചതിനാൽ അവളുടെ അധരങ്ങൾ ചലിക്കുന്നതല്ലാതെ ശബ്ദം കേൾക്കുവാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. അപ്പോൾ അവൾ സങ്കടപ്പെട്ട് കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ ശബ്ദം വെളി വരുന്നില്ല. അവൾ മൗനമായി അധരങ്ങൾ ചലിക്കാതെ ശബ്ദം പുറത്ത് കേൾപ്പിക്കാതെ അവളുടെ സങ്കടങ്ങൾ ദൈവത്തോട് അവൾ പറയുകയാണ്, അവൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഏലി പറയുന്നത്, നീ എത്ര കാലം ഇങ്ങനെ ലഹരിയിൽ കഴിയും, നീ വീഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏലി പറയുകയാണ്, നീ അങ്ങനെ ഈ ലഹരിയിലാണ് നീ, അല്ലെങ്കിൽ അത് നീ ഉപേക്ഷിക്കുക. അപ്പോൾ നിൻ്റെ സങ്കടത്തിൻ്റെ കാരണം ഒരുപക്ഷെ നീ ഈ ലഹരിയിലായിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം ഇതാണ് എന്ന് ഏലി പുരോഹിതൻ പറയുകയാണ്. പലപ്പോഴും നാമൊക്കെയും ഇപ്രകാരമാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ അവരുടെ പ്രശ്നത്തിന് കാരണം എന്താണ് എന്ന് കണ്ടെത്തുവാൻ പലപ്പോഴും നാം ശ്രമിക്കാറുണ്ട്. ഇതുകൊണ്ടാണത് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഏലി ഇവൾ ലഹരിയിലാണ് എന്ന് അനുമാനിച്ചുകൊണ്ടാണ് ഇവളോടിത് സംസാരിക്കുന്നത്. അപ്പോൾ അവൾ പറയുകയാണ്, ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാകുന്നു. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അപ്പോൾ ഇവിടെ ഹന്നായുടെ പ്രാർത്ഥനയിൽ നാം കാണുന്ന ഒരു പ്രത്യേകത എന്താണ്? അവൾ വലിയ ശബ്ദമുയർത്തിയൊന്നും പ്രാർത്ഥിക്കുന്നില്ല, വിഷയങ്ങൾ മറ്റാരും കേൾക്കുന്നില്ല. അവളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ മനോവ്യസനമായിരിക്കുന്ന അവളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവളുടെ ഹൃദയം പകരുകയാണ്. പകരുക എന്ന അർത്ഥത്തിന് വലിയ, അല്ലെങ്കിൽ ആ വാക്കിന് വലിയ അർത്ഥമാണുള്ളത്. എന്താണ്? നാം ഒരു കപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് പകരുക എന്ന് പറയുമ്പോൾ ആ ഗ്ലാസ്സിൽ പിന്നെ ബാക്കിയൊന്നും കാണുകയില്ല. മുഴുവനായും മറ്റേ ഗ്ലാസ്സിലേക്ക് നാം പകരുകയാണ്, ഒഴിക്കുകയാണ്. അപ്പോൾ ഹന്നായുടെ പ്രാർത്ഥന എങ്ങനെയാണ്? അവളുടെ സങ്കടങ്ങൾ മുഴുവനും ദൈവത്തിലേക്ക് അവൾ ഭരമേൽപ്പിക്കുകയാണ്. ആ പകരുന്ന അവസ്ഥ, അവളുടെ സങ്കടങ്ങൾ മുഴുവനും ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ആ പ്രാർത്ഥനയാണ് ഹന്നായിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? നാം പ്രാർത്ഥിച്ചിട്ടും ആ വിഷമത്തോടെ എഴുന്നേറ്റ് പോയി ആ വിഷമവുമായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണെങ്കിൽ ഒരിക്കലും നാം നമ്മുടെ ഹൃദയം പകരുകയല്ല. ഹൃദയം പകർന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം വിട്ടുകൊടുക്കുന്ന സാഹചര്യമാണ് പകരുക എന്ന് പറയുമ്പോൾ. അതാണ് ഹന്നായുടെ പ്രാർത്ഥനയിൽ നാം കാണുന്ന പ്രത്യേകത. അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, മനോവ്യസനത്തിലാക്കിയിരിക്കുന്ന ആ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൾ വെച്ചു കൊടുക്കുകയാണ്. കാരണം ആ ഗർഭം തടഞ്ഞത് യഹോവയാണ് എന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് മാത്രമേ ഇതിൻ്റെ മേലെ അധികാരമുള്ളൂ. ജീവൻ നൽകുവാനും ജീവനെ എടുക്കുവാനും അധികാരമുള്ള ദൈവത്തിന് മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുവാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ എന്ന് അവൾ പരിപൂർണമായും വിശ്വസിച്ചു. അവൾ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. എന്നിട്ട് നാം വായിക്കുമ്പോൾ താഴെ നാം വായിക്കുകയാണ്, ഏലി 17-ാം വാക്യം, അതിന് ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള നിൻ്റെ അപേക്ഷ അവൻ നിനക്ക് നിവർത്തിച്ച് തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഏലിക്ക് മനസ്സിലായി, ഇവൾ വീഞ്ഞോ മദ്യമോ കുടിച്ചല്ല, അവൾ വാസ്തവമായി അവൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏലി പുരോഹിതൻ അവളോട് പറയുകയാണ്, നീ സമാധാനമായി പൊയ്ക്കൊള്ളുക, ദൈവത്തോടുള്ള നിൻ്റെ അപേക്ഷ അവൻ നിനക്ക് നിവർത്തിച്ച് തരുമാറാകട്ടെ. 18-ാം വാക്യം നാം വായിക്കുന്നു, അടിയന് തൃക്കണ്ണിൽ നിന്ന് കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ ആ സ്ത്രീ തൻ്റെ വഴിക്ക് പോയി. അവൾ ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ പ്രശ്നം തീർച്ചയായിട്ടും തുടർന്നും
പെനീന അവളെ പരിഹസിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നാം അവിടെ വായിക്കുകയാണ്, അവൾ ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അപ്പോൾ ആ വിഷയം, ആ പ്രശ്നം ദൈവസന്നിധിയിലേക്ക് അവൾ ഇറക്കി വയ്ക്കുകയാണ്. പൂർണ്ണമായും അവളുടെ ഹൃദയത്തിന് ഒരു വലിയ റിലീഫ് ഉണ്ടാകുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് ഹന്ന അവിടെ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാറുണ്ടോ? നാം വിഷയങ്ങളും പ്രയാസങ്ങളൊക്കെയും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നാം പ്രാർത്ഥിക്കും. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞും ആ വിഷയങ്ങളെ ഓർത്ത് വിലപിച്ച് ഭാരപ്പെട്ട് മുഖം വാടി മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിച്ചാൽ ദൈവമാണ് ആ വിഷയം ഏറ്റെടുക്കേണ്ടത്, ദൈവമാണ് ആ വിഷയത്തിന് പരിഹാരം നൽകേണ്ടത്, ദൈവം ആ വിഷയം ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസം, ആ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ വിലപ്പെട്ടത്. യാക്കോസ്ലിയായുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നാം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. വിശ്വാസമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ കാറ്റടിച്ച് അലയുന്ന തിരമാലയ്ക്ക് തുല്യം. മനസ്സുള്ളവന് തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരൻ എന്ന് അവിടെ തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ വലിയ ഘടകമായിരിക്കേണ്ടത് വിശ്വാസമാണ്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് ഇതിൻ്റെ പിന്നിലൊരു വലിയ ഉദ്ദേശമുണ്ട്. ദൈവം നന്മയായിട്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും ആ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് വിഷയം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പിന്നീട് അതിനെക്കുറിച്ച് ഭാരപ്പെടാതെ നമ്മുടെ മുഖം പിന്നെ വാടാതെ മുമ്പോട്ട് പോകാൻ കൊണ്ട് നമുക്ക് കഴിയുന്നത്. ഇവിടെ ഹന്നയുടെ പ്രാർത്ഥനയിലുള്ള പ്രത്യേകത ഇതാണ് നാം മനസ്സിലാക്കുന്നത്. എന്നിട്ട് താഴോട്ട് നാം വായിക്കുമ്പോൾ 18-ാമത്തെ തിരുവചനം, അനന്തരം അവർ അതിരാവിലെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ ആരാധിച്ചതിന് ശേഷം രാമായിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയുമായി സംഗമിച്ചു. യഹോവ അവളെ ഓർത്തു. ഇവിടെ നാം കാണുകയാണ്, യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഹന്ന ഹൃദയവേദനയോടെ ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തുടർന്ന് നാം വായിക്കുകയാണ്, ഹന്നായെ ദൈവം ഓർത്തു, യഹോവ അവളെ ഓർത്തു, അവളുടെ പ്രാർത്ഥന ഓർത്തു. അവളുടെ പ്രാർത്ഥനയ്ക്കുള്ള ആ വലിയ മാഹാത്മ്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നിട്ട് അടുത്ത വാക്യം, യഥാസമയം ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് ശമൂവേൽ എന്നവന് പേര് നൽകി. ഈ ശമൂവേലാണ്, ഈ ബാലനായ ശമൂവേലാണ് പിന്നീട് ഇസ്രയേലിൻ്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ ശമൂവേൽ പ്രവാചകനായി തീരുവാൻ തൊക്കെ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? അവൻ്റെ മാതാവായ ഹന്നായുടെ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ഉള്ള അവളുടെ പ്രാർത്ഥനയുടെ പ്രാഗൽഭ്യം, അതാണ് ഒരു വലിയ പ്രവാചകനായി ശമൂവേലിനെ ഉയർത്തുവാൻ തൊക്കെ മുഖാന്തരമായി തീർന്നത്. അപ്പോൾ കുഞ്ഞിനെ ലഭിച്ചു, അതോടുകൂടി സന്തോഷമായിട്ടിരിക്കുകയല്ല. താഴെ നാം വായിക്കുകയാണ്, 21-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, പിന്നെ എൽക്കാന എന്ന പുരുഷനും അവൻ്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തര യാഗവും നേർച്ചയും അർപ്പിക്കുവാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിൻ്റെ മുലകുടി മാറട്ടെ, അതിനുശേഷം അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടത് ഞാൻ അവനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവൻ്റെ മുലകുടി മാറുന്നവരെ താമസിക്കുക, യഹോവ തൻ്റെ വചനം നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ പാർത്ത് മുലകുടി മാറുന്നവരെ മകനെ ശുശ്രൂഷിച്ച് വളർത്തി. അവൻ്റെ മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്ത് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനെ, നീ സത്യമായി യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് സമർപ്പിതനായിരിക്കും. അവർ അവിടെ യഹോവയെ ആരാധിച്ചു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഹന്ന ചെയ്ത
ആ നേർച്ച, എടുത്ത നേർച്ച അവൾ പ്രാവർത്തികമാക്കുകയാണ്. അവൾക്ക് കുഞ്ഞിനെ നൽകി. ഒരു കുഞ്ഞ് മാത്രമേ അപ്പോഴുള്ളൂ. പക്ഷെ ആ കുഞ്ഞ്, ദൈവം നൽകിയ കുഞ്ഞ് ദൈവം നൽകിയതാണെന്നുള്ള വലിയ ബോധ്യം അവൾക്കുണ്ടായിരിക്കുക മാത്രമല്ല, ആ കുഞ്ഞിനെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ തക്കവണ്ണം അവളെടുത്ത തീരുമാനം പ്രാവർത്തികമാക്കുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൻ്റെ പ്രയാസ, പ്രശ്ന, പ്രതിസന്ധികളിൽ പല തീരുമാനങ്ങൾ ഒരുപക്ഷെ നാം എടുത്തിട്ടുണ്ടാകാം. രോഗത്തിൻ്റെ താഴ്വരകളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, ജോലിയില്ലാത്ത സാഹചര്യങ്ങളിൽ, വിവാഹം നടക്കാത്ത സാഹചര്യങ്ങളിൽ, കുഞ്ഞുങ്ങളുടേതാകുന്ന പ്രയാസങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നാം തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, നമുക്ക് കഴിയാറുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇവിടെ ഹന്ന ചെയ്ത ആ വലിയ നേർച്ച, അവളെടുത്ത നേർച്ച അവൾ നിവർത്തിക്കുകയാണ്. അവൾ ദൈവസന്നിധിയിൽ തൻ്റെ മകനെ സമർപ്പിക്കുകയാണ്, ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ആ സമർപ്പണമാണ് ആ ബാലൻ വളർന്ന് ഒരു വലിയ പ്രവാചകനായി തീരുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നത്. നാം പരിശോധിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ നാം പറയാറുണ്ട്. ദൈവമേ, എനിക്ക് ഈ ജോലി തന്നാൽ ഒരുപക്ഷെ നിനക്ക് വേണ്ടി വേല ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ദശാംശം കൊടുത്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യം മാറിയാൽ ഞാൻ നേർച്ച നേർന്നേക്കാം എന്നൊക്കെ നാം ഒരുപക്ഷെ പറയാറുണ്ട്. പക്ഷേ ആ തീരുമാനം പ്രാവർത്തികമാക്കുവാൻ, നേർച്ചകൾ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് പരിശോധിക്കണം. നേർച്ച നേരാതിരിക്കുന്നത് നല്ലത്, നേർന്നാൽ അത് കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ശമൂവേൽ ബാലനെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ ആ ദൈവഭയത്തിൽ കുഞ്ഞ് വളരുകയും ഒരു പുരോഹിതൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ദേവാലയത്തിലാണ് സമർപ്പിക്കുന്നത്. ദൈവശബ്ദം കേൾക്കുവാൻ അവന് ചെറുപ്രായത്തിൽ തന്നെ സാധ്യമാകുന്നതും ആ ദൈവശബ്ദം അനുസരിച്ച് ഇസ്രയേലിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഈ പ്രവാചകനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ടൊക്കെയും പിൽക്കാലങ്ങളിൽ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇത് മനസ്സിലാക്കുക. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരുപക്ഷെ വലിയ ഉദ്ദേശമുണ്ടാകും. ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലതകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഇതാണ് വാസ്തവത്തിൽ ഹന്ന ചെയ്യുന്നത്. അവളെ അലട്ടിക്കൊണ്ടിരുന്ന, അവളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ആകുലതകൾ അവൾ എന്തു ചെയ്തു? അവൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അവളുടെ ഹൃദയം പൂർണ്ണമായും പകരുകയാണ്, ദൈവത്തിലേക്ക് ആ വിഷയം വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ സകല ചിന്താകുലതകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങളെ കരുതുന്നവനാണ്. നിങ്ങൾക്ക് ദോഷം ഒന്നും ഉണ്ടാകുവാൻ ആഗ്രഹിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മെ പേര് ചൊല്ലി വിളിച്ച ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും അതിൻ്റെ പിന്നിൽ നമ്മുടെ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. അത് ദോഷത്തിനല്ല, നന്മയ്ക്കായിട്ടാണ്. പിന്നീട് നാം പെനീനയെക്കുറിച്ചോ അവളുടെ മക്കളെക്കുറിച്ചോ ഒന്നും നാം കേൾക്കുന്നത്. എന്നാൽ ഹന്ന അവളുടെ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ വലിയ പ്രയാസങ്ങളിലൂടെ, മനോവ്യസനത്തിലൂടെ അവൾ കടന്നുപോയെങ്കിൽ അത് ദൈവവുമായിട്ടുള്ള ബന്ധം വളർത്തുവാനും അത് വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുവാനും അത്രേ അത് തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. ആ പ്രയാസത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ് തീർച്ചയായിട്ടും അവൾക്ക് അപ്രകാരം പ്രാർത്ഥിക്കുവാൻ അവൾക്ക് സാധ്യമാകുന്നത്, അപ്രകാരം ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ നേർച്ചയായിട്ട് നൽകുവാൻ കഴിയുന്നത്. അതിൻ്റെ ഫലം ഇസ്രായേൽ ജനതയിൽ പ്രവാചകന്മാരിൽ ഒരു ശ്രേഷ്ഠ പ്രവാചകനെ നൽകുവാൻ തക്കോണം അവൾക്ക് സാധ്യമായി എന്ന് നാം തിരുവചനത്തോടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. 55-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. Psalms 55 വേഴ്സ് 22, ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു:
നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് 55-ാമത്തെ സങ്കീർത്തനം. അപ്പോൾ ദാവീദിന് വ്യക്തമായി അറിയാം അത് ദോഷത്തിനല്ല, പിന്നെയോ നന്മയിലേക്കാണ്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിനക്ക് ഭാരവുമായി നീ ഭാരം ചുമന്നുകൊണ്ട് നടന്ന ഒരു ഫലവുമില്ല. നിന്റെ ഭാരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. അപ്പോൾ സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ മുഖത്തൂടിയാകാം ഒരുപക്ഷെ നീ കടന്നു പോകുന്നത്. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കുക, ദൈവം നിന്നെ അറിയുന്നു, മറ്റാരേക്കാൾ ഉപരിയായിട്ട് നിന്നെ അറിയുന്നു. നിൻ്റെ പ്രശ്നത്തിന് പരിഹാരകനായി ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മറ്റാർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹന്നായെ ഓർത്ത ദൈവം, ദാവീദിനെ ഓർത്ത ദൈവം, നമ്മുടെ ദൈവം നമ്മെയും ഓർക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക, നമ്മുടെ ഭാരം അവൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അവന് നമ്മുടെ സങ്കടങ്ങൾ അറിയാഞ്ഞിട്ടല്ല, പിന്നെ നാമും അവനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുവാൻ തക്കവണ്ണം ഒരുപക്ഷെ പ്രശ്നത്തിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ അത് മുഖാന്തരമായി തീരും, അത് അനുഗ്രഹത്തിലേക്ക് വഴിതെളിക്കും എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം, അവിടെ ഉത്കണ്ഠപ്പെടരുത്, ആകാംക്ഷ ഉണ്ടാകരുത്. അത് പിന്നെ എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ആ ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ ഒരു മുഴം കൂട്ടാൻ സാധ്യമല്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്ര പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം, എന്നാൽ നമ്മുടെ ദൈവം അറിയാതെ ഒന്നും വരികയില്ല. അതിന് പിന്നിൽ വലിയ നന്മ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഹന്നായെ പോലെ പ്രാർത്ഥിച്ചാൽ ഈ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.